പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഈ വീഡിയോകളൊക്കെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് നല്ലതാ. ആ ബെല്ലിൽ ഒന്ന് ഞെക്കി. നിങ്ങൾ ഓർക്കണം, എൻ്റെ യൂട്യൂബിലെ ഒരു പ്രസംഗങ്ങൾക്കും പരസ്യമില്ല. അപ്പോൾ ഒരു തടസ്സവും കൂടാതെ കേൾക്കാം. അതെടുത്ത് വേറെ പലരും ആവർത്തിക്കുന്നത് കേട്ടാൽ അവിടെയെല്ലാം പരസ്യമുണ്ട്. പരസ്യം ബോറിംഗ് ആണ് ഞാൻ പറയാറ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ദയവായിട്ട് ഇഷ്ടമാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളെ പറ്റിയുള്ള മുന്നറിവ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറെ പ്രാർത്ഥിച്ച ശേഷം പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ 13-ാം തീയതി, അതായത് ജൂലൈ 13, റോസാ മിസ്തിക്ക തിരുനാളായിരുന്നു. രാവിലെ ഒരു അച്ഛൻ എൻ്റെ കൂടെ കുർബാനയ്ക്ക് വന്നു. അപ്പോൾ പറഞ്ഞില്ല, ഇന്ന് ഹെൻറി എന്ന് പറയുന്ന വിശുദ്ധന്റെ തിരുനാളാണ്. ആഗോള സഭയിൽ അത് മാതാവിന്റെ യാതൊന്നും ഇന്ന് ഇല്ല എന്ന് ബലിയർപ്പിച്ചു. അപ്പോൾ ഏറെ പേര് എനിക്ക് വിഷ് ചെയ്തുകൊണ്ട് മംഗളങ്ങൾ ആശംസിച്ച് റോസാ മിസ്തിക്കായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിച്ചും എഴുതി. അത് കഴിഞ്ഞ് വൈകുന്നേരം എന്നെ അടുക്കൽ വന്ന ഒരു അച്ഛൻ ചോദിച്ചു, റോസാ മിസ്തിക്കായുടെ കുർബാനയാണോ അച്ഛൻ ചൊല്ലിയത്? ഞാൻ പറഞ്ഞു, എന്റെ തക്സായില്, അതായത് എന്റെ കുർബാന പുസ്തകത്തിൽ ഇല്ല, എന്റെ കലണ്ടറിലും ഇല്ല. എന്റെ കൂടെയുള്ള അച്ഛനും കുർബാനയിൽ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല എന്ന്. ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലൊരു വൈക്ലഭ്യം എന്ന് പറഞ്ഞാൽ ഒരു ചിന്താക്കുഴപ്പം, ഒരു വേദന. ഞാൻ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നു, മറിയത്തെ സ്നേഹിക്കുന്നു. മറിയം പലപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒത്തിരി വിഷം വരുമ്പം അമ്മയുടെ അടുക്കൽ എല്ലാം പൊട്ടിക്കരഞ്ഞ് പറയാറുണ്ട്. അപ്പോഴുള്ള അമ്മ എന്നോട് പറയുന്നത്, എൻ്റെ അടുക്കൽ നിൽക്കാതെ പോയി എൻ്റെ മോനോട് പറയാന്നാ പറയുന്നത്. എന്നാൽ എൻ്റെ പല ശുശ്രൂഷകളിലും എൻ്റെ അമ്മയുണ്ട്. പ്രത്യേകിച്ച് ശുദ്ധിയാത്മാക്കളുടെ ശുശ്രൂഷയിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. മമ്മൂദിസ സ്വീകരിക്കാത്തവർക്ക് ഞാൻ മമ്മൂദിസ കൊടുക്കും. പേര് പറയുന്നതൊക്കെ അമ്മയാണ്. അങ്ങനെ അമ്മയുടെ ആ സാമീപ്യം എപ്പോഴും എനിക്കുണ്ട്. എൻ്റെ സ്വന്തം അമ്മ, എൻ്റെ ശാരീരിക അമ്മ സ്വർഗത്തിലാണ്. എന്നാൽ എന്നോട് കൂടെ ഇപ്പോൾ ഉള്ള ഒരമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. ഞാൻ പരിശുദ്ധ കന്യാമറിയം എന്ന് പറയാറില്ല, അമ്മേനെ പറയാറുള്ളൂ. അതെ, അമ്മ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം സ്നേഹമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ദിവസക്കാരുടെ ഇടയ്ക്കൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുമായിട്ടും സംസാരിച്ചു. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷപ്പാടൊന്നുമില്ല മറ്റു പലർക്കും ഉണ്ടെന്ന് പറയുന്നത്, എന്നാൽ ദർശനങ്ങൾ ധാരാളം എനിക്കും ഉണ്ട്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പറയണമെന്ന് പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് മക്കളെ. ആദ്യമേ എന്നോട് പറഞ്ഞത് ജെറമയ പ്രവാചകന്റെ ഒരു വചനമാണ്. ജെറമയ 2:13. മനുഷ്യൻ ഇന്ന് 2 വലിയ തിന്മകൾ ചെയ്തിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവിടമായ എന്നെ ഉപേക്ഷിച്ച് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു എന്ന്. ഞാൻ അടുത്തൊരു നാളുകളിൽ വരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം അത് ഇന്നത്തെ സാങ്കേതിക വിദ്യകളും ലോകത്തിന്റെ പണവും പ്രതാപവും ഒക്കെയാണ് ഇപ്രകാരമുള്ള പൊട്ടക്കിണറുകൾ എന്നായിരുന്നു. അങ്ങനെ ഈശോയെ കൈവിട്ടു, ഈശോ ഏകരക്ഷകൻ എന്ന അത് മാറിപ്പോയി എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഈ വചനം മാതാവിനെ ചൂണ്ടിക്കാണിച്ചു. ഞാനപ്പോൾ കണ്ടു ഹൃദയത്തിൽ. അപ്പോൾ എൻ്റെ അമ്മ മറിയം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്നെന്റെ മക്കൾ ജീവന്റെ ഉറവിടമായ എന്റെ മകനെ ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ എന്റെ നാമമാണ് വിളിക്കുന്നത്. അവന്റെ കുരിശിലെ ബലിയായ ദിവ്യബലിയിലേക്ക് എന്റെ ശരീരവും രക്തവും എന്ന് പറഞ്ഞു തരുന്ന ആ ശരീരരക്തങ്ങളിലേക്ക് ഏറെപ്പേർ പോകാതെ എന്നോടുള്ള ഭക്തിയും എന്നോടുള്ള നൊവീനയും എന്നെ വിളിച്ചുള്ള പ്രാർത്ഥനകൾക്കുമാണ് ഏറെപ്പേർ അത് പോകുന്നത്. പരസ്പരം ക്ഷമിച്ചുള്ള ബലിയർപ്പണങ്ങൾ ഇല്ല. വിജാതിയരെ പോലും വിറകൊള്ളിക്കുന്ന അഥവാ അപമാനിച്ചു പറയുവാൻ ഇടയാക്കുന്ന സ്നേഹമില്ലാത്ത ബലികൾ ആണ് അർപ്പിക്കപ്പെടുന്നത്. അത് പലർക്കും ഉരപ്പ് കൊടുക്കുന്നു. ഇനി അതിനുശേഷം പറയുകയാണ്, എന്റെ മകന്റെ ബലിയെ വളരെ തരം താഴ്ത്തി കാണുന്നു.
അവർ പ്രതീകാത്മകമാണ്, രക്തരഹിതമാണ്, ഓർമ്മജാലമാണ്, ഓർമ്മയാചരണമാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ അമ്മ എന്നോട് പറയുകയാണ്. അതിനുശേഷം പറയാണ്, അത് പലരും അവൻ പഠിപ്പിച്ച ചിന്താഗതികളും പഠിപ്പിച്ച മൂല്യങ്ങളും പഠിപ്പിക്കാതെ കുറെ പാരമ്പര്യങ്ങളെ മാത്രം പുരസ്കരിച്ച് മാനുഷിക സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പഠിപ്പിച്ച് അത് ഏറ്റെടുത്ത് അതിന്റെ പിന്നാലെ പോകുന്നു. അവസാനത്തെ തുള്ളി ചോര വരെ ചിന്തി ജീവൻ നൽകിയ അവന്റെ അടുത്തേക്ക് പോകാതെ അവരെല്ലാവരും എന്റെ പിന്നാലെ ഓടിക്കൂടുന്നു. അവർ എന്റെ നാമത്തിൽ ദേവാലയങ്ങൾ പണിയുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളുമുണ്ട്. അവിടെ വരുന്നവർ കുരിശിൽ മരിച്ച ദൈവപുത്രനായ എന്റെ മകനെ കാണുവാനല്ല, പിന്നെയോ ഞാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണുവാനാണ് അവർ പോകുന്നതും, അഥവാ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് അവിടെ പോകുന്നതും. എനിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മകന്റെ അടുത്തേക്ക് പോകണം, അവനെ വിളിച്ചു പ്രാർത്ഥിക്കണം, അവനെ വിളിച്ചപേക്ഷിക്കണം. അവനാണ് എല്ലാം നൽകുന്നവൻ, അവനാണ് ഏകരക്ഷകൻ. രക്ഷ നൽകുവാൻ അവനെ കഴിയൂ. ഇനി ഇതിന്റെ എല്ലാം പിന്നിൽ ഏറെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതും ഞാൻ കാണുന്നു. അതും എനിക്ക് സഹിക്കാൻ ആവല്ല. ഇനിയും കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം, എന്റെ മകന്റെ നാമം വിളിക്കുന്നവരാം എല്ലാവരും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതാണ് അവൻ പഠിപ്പിച്ചത്. അത് കഴിയില്ലാത്തത് കൊണ്ടല്ലേ എന്റെ അടുക്കൽ വന്നുകൂടുന്നത്. ഇനി മാത്രമല്ല, എന്റെ നാമം വിളിക്കുന്നവർക്കാണ് രക്ഷ എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ യേശുവിൻ നാമം വിളിക്കുന്നവർക്ക് മാത്രമേ രക്ഷ ഉള്ളൂ. ലോകത്തിലുള്ള എല്ലാവരെയും ശരീരത്തിൽ പേറി കുരിശിൽ പിതാവിന് സമർപ്പിച്ചവനാണ് എന്റെ മകൻ. അവിടെയാണ് യഥാർത്ഥ സമർപ്പണം നടത്തി വിശുദ്ധരായി തീരേണ്ടത്. അവൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇനിയും പലരും തിന്മയിൽ നിൽക്കുന്നത് കൊണ്ട് പ്രകാശത്തിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് അവിടെ ആ തിന്മകൾ വെളിപ്പെടാതിരിക്കേണ്ടതിനു വേണ്ടി വെളിച്ചത്ത് വരാതെ കണ്ട് അന്ധകാരത്തിൽ കഴിയുകയാണ്. എന്നോടുള്ള ഭക്തി എന്ന ഒരു കവചം ധരിച്ചുകൊണ്ട്. ഇനി മാത്രമല്ല, അവനോട് ഐക്യപ്പെട്ട് ജീവിച്ചാൽ നിശ്ചയമായിട്ടും അവന്റെ സഹനത്തിലും പങ്കുചേരണം. അതും ആർക്കും ഇന്നു വേണ്ട. കുരിശും പീഡനങ്ങളും തിരസ്കരണങ്ങളും ശാരീരിക രോഗങ്ങളുമെല്ലാം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് പലരും എന്റെ അടുക്കൽ വരുന്നത്. എന്നാൽ കുരിശെടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ പോകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെന്ന് പറയുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. കുരിശും പീഡനങ്ങളും എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ അവനെ അനുകരിച്ചാൽ അതിലൂടെയാണ് നിങ്ങൾ നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ പോകേണ്ടത്. ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് ഈ ലോക സുഖങ്ങളും ഈ ലോകത്തിലെ പ്രതാപവും സമ്പത്തുമെല്ലാമാണ്. ഇത് വർദ്ധിപ്പിക്കാനായിട്ടാണ് എന്റെ അടുക്കൽ പ്രത്യാശ വെച്ച് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അവർക്ക് വേണ്ടതെല്ലാം നൽകണമെങ്കിൽ അവനോട് ഐക്യപ്പെട്ട് അവന്റെ രാജ്യത്തിലാകണമെന്ന കാര്യം അവർ വിസ്മരിച്ചു പോകുന്നു. ഇതോർത്താണ് ഇന്ന് ഞാൻ കണ്ണീര് ഒഴുക്കുന്നത്. ഇത് തിരുത്തുവാനോ അല്ലെങ്കിൽ നേരെയാക്കുവാനോ ആരും പരിശ്രമിക്കുന്നില്ല. ഞാൻ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടു അവിടെയെല്ലാം പറഞ്ഞത് മാനസാന്തരപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും അവനിലേക്ക് പോകുവാനും അവന്റെ രാജ്യത്തിലായിരിക്കുവാനും ആണ്. പാപത്തിന് പരിഹാരം ചെയ്യണമെന്നും പ്രായശ്ചിത്തം ചെയ്യണമെന്നുമാണ് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് പഠിപ്പിക്കാതെ എന്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്നത് ലൗകിക കാര്യങ്ങൾ നേടിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്റെ ആഗ്രഹമൊന്നു മാത്രം, അവൻ വളരണം, അവന്റെ പക്കലേക്ക് എല്ലാവരും പോകണം, അവനിലൂടെ എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഞാൻ എന്റെ ശരീരത്തിന് അല്പം പോലും രക്തം ഒരിക്കലും ഒഴുക്കിയിട്ടില്ല. ചങ്കുപോലും പൊട്ടിച്ച് രക്തം ഒഴിക്കല് എന്റെ ഓമനപുത്രനായ യേശുവാണ്. അവനാണ് നിന്റെ ഏക രക്ഷകൻ. അവനെ നിങ്ങൾ സ്നേഹിക്കണം. അവന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടവരാണ്. അവന്റെ കുരിശിനടുക്കൽ ചെന്ന് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കി ആ ചോരയും നീരും നിന്റെ മേൽ വീഴ്ത്തണം. എങ്കിൽ മാത്രമേ നീ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞവനായി തീരുകയുള്ളൂ. ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മാത്രമാണ്. എന്നെ കേന്ദ്രീകരിച്ചുള്ള എല്ലാ ഭക്തി അഭ്യാസനങ്ങളിലും ദൈവബലിയും ആരാധനയും കുരിശിന്റെ വഴിയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നതും
ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എന്റെ അടുക്കൽ വരാനൊരു മാർഗമായിട്ട് അവയെ ഉപയോഗിക്കുന്നു. അത് വെറും ഒരു ഭക്തിയുടെ ബാഹ്യരൂപം. കാരണം കത്തോലിക്കക്ക് ബലിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കുരിശിന്റെ വഴി ഇല്ലെങ്കിൽ, ആരാധന ഇല്ലെങ്കിൽ വരില്ല. അപ്പോൾ എന്റെ അടുക്കൽ വരാനും ഞാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തും വരാനും ഉപാധികൾ മാത്രമായിട്ടാണ് അവയെ കാണുന്നത്. എങ്കിൽ നിങ്ങൾ അവനെ തിരസ്കരിക്കുകയാണ്. ജീവന്റെ ഉറവിടമായ ദൈവത്തെയാണ് നിങ്ങൾ തിരസ്കരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അമ്മയാണ് എങ്കിൽ നിങ്ങൾ ചെറുപ്പകാലത്ത് നിങ്ങളുടെ അമ്മ പറഞ്ഞത് എന്തെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അമ്മ പറഞ്ഞില്ല, എന്റെ അടുക്കൽ വരൂ. ഇല്ല മോനെ, എന്റെ ഭർത്താവിന്റെ അടുക്കൽ, നിന്റെ അപ്പന്റെ അടുക്കൽ പോകൂ. ഇതാണ് അപ്പൻ, അപ്പനെ അനുസരിക്കൂ, അപ്പനെ പോലായിത്തീരൂ എന്നല്ലേ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്നത്. എങ്കിൽ നിന്റെ അപ്പനും നിന്റെ സ്നേഹിതനും നിന്റെ രക്ഷകനുമെല്ലാമാണ് എന്റെ ഏകജാതനായ യേശുക്രിസ്തു. അപ്പോൾ അവനെ മുറുകെ പിടിച്ച് അവന്റെ കൂടി ആയിരിക്കുന്നതാണ് എന്റെ ഇഷ്ടം. അപ്പോൾ അവൻ ഒരിക്കലും നിങ്ങളെ തിരസ്കരിക്കുകയില്ല. ഇനിയും നിങ്ങളുടെ പ്രതിനിധിയായിട്ട് കുരിശിൻ ചുവട്ടിൽ നിന്ന യോഹന്നാനോടാണ് പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ എന്ന്. ആ യോഹന്നാൻ ഒരു സ്നേഹ ശിഷ്യനായിരുന്നു. അവൻ പറഞ്ഞത് എന്താണ്? ഞാൻ ഇല്ലാതാകണം, ചെറുതാകണം, അവൻ എന്നിൽ വളരണം. എങ്കിൽ എന്റെ മകനെ സ്നേഹിക്കുന്ന പ്രിയ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ ഭൗമിക അമ്മ പറഞ്ഞു തന്നപോലെ ഞാനും പറഞ്ഞു തരുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കണം, അവനിൽ വളരണം, അവൻ എന്നിൽ വലുതാകണം. നിങ്ങളായിരിക്കരുത് ജീവിക്കുന്നത്, അവനിൽ നിങ്ങൾ ജീവിക്കണം. നിനക്ക് പറയാനാവണം, ഇനി ഞാനല്ല, യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന്. ഇതാണ് എന്നോടുണ്ടാകേണ്ട ഭക്തി. അതാണ് എനിക്ക് ഇഷ്ടകരമായി. അതില്ലാത്തതുകൊണ്ടുള്ള കണ്ണീരാണ് എനിക്ക് ഉള്ളത്. ഞാൻ കണിശമായിട്ടും നിങ്ങളടുത്തുണ്ട് ഒരമ്മയായിട്ട്. നിങ്ങളുടെ എല്ലാ വേദനകളും, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും, ഞാൻ എന്റെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം എന്റെ മകന്റെ ശരീരത്തിൽ കാണുന്നു. അതാണ് അവൻ ഇപ്പോഴും പേറുന്നത്. അതെല്ലാം ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് എന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് പ്രാർത്ഥിക്കുവാനേ ആവതുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. നിങ്ങൾക്കെല്ലാം തരുന്നത് അവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ സ്നേഹിക്കുക, കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി. നിങ്ങളെ പൂർണ്ണമായി അവന് സമർപ്പിക്കൂ, എനിക്ക് സമർപ്പിക്കുന്നതിന് പകരം. ഞാൻ അപ്പോൾ സന്തോഷവതിയായിരിക്കും. ഞാൻ ദുഃഖിക്കുകയില്ല. നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. അമ്മയായ ഞാനത് ആഗ്രഹിക്കുന്നു. ഞാൻ അവന്റെയും നിങ്ങളുടെയും അമ്മയാണ്. ദയവായി നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. ഇങ്ങനെ മാതാവ് എന്നോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഏറെ കണ്ണീരൊഴുക്കി. ഈ പറഞ്ഞ എല്ലാം ബൈബിൾ കാര്യങ്ങളാണ്, സത്യമാണ്, ശരിയാണ്. ഇന്ന് പലരും മാതാവിനുള്ള ഭക്തി ഒരു ബാഹ്യപ്രകടനമായി കരുതി അതിന്റെ ഉള്ളിൽ പാപം മൂടി വെക്കുന്നത് ഞാൻ അറിയുന്നതും കാണുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വലിയ മരിയ ഭക്തൻ ഒരിക്കൽ പറഞ്ഞത്, മഞ്ഞാക്കളച്ച മജ്ജുഗോരയെപ്പറ്റി പ്രസംഗിക്കണം അച്ഛന്റെ എല്ലാ ധ്യാനത്തിലും. ഞാൻ ചോദിച്ചു, അതിന് കാരണം അവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒത്തിരി പറഞ്ഞു. എല്ലാ ആഴ്ചയിലും ഓരോ വണ്ടി നിറയെ ആളുകളെ അവിടെ കൊണ്ടുപോകുന്നവനുമാണ് തീർത്ഥാടനത്തിന്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവന് വേണ്ടിയാണ്. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു അവനോടൊരു ചോദ്യം ചോദിക്കാൻ. ഞാൻ ചോദിച്ചു, മോനെ കുമ്പസാരം കുർബാനയൊക്കെ ഉണ്ടോ? അപ്പോൾ എന്റെ മുഖഭാവം മാറി പറഞ്ഞു, അച്ഛന്മാരെ ഞാൻ വെറുക്കുന്നു, ഞാൻ കുമ്പസാരിക്കാറില്ല, പാപികളായവരുടെയൊക്കെ ഞാൻ എന്തിനാ കുമ്പസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖം മാറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മഞ്ജുഗോരെ കണ്ട വലിയ അത്ഭുതം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്ന ഒരു യൂറോപ്പിലെ കൺവെൻഷൻ ആയിരുന്നു. 1,00,000 പേരുണ്ടായിരുന്നു മഞ്ജുഗോരയിൽ. അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം അവിടുത്തെ ഒരു 10-200 കുമ്പസാരക്കൂടുകളാണ്. ആ മാനസാന്തരങ്ങളാണ് അവിടുത്തെ വലിയ അത്ഭുതങ്ങൾ. അടുത്തൊരിടയിൽ വിചലിച്ചതിനെപ്പറ്റി നിങ്ങളോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയാൻ കാരണം ഇങ്ങനെയുള്ള മരിയഭക്തന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. നൊവേന പോകുന്നു, മാതാവിന്റെ പ്രത്യക്ഷമുള്ളിടത്ത് പോകുന്നു, അതിൽ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങൾ വർത്തിക്കുന്നു, ജനക്കൂട്ടം കൂടുന്നു. എന്നാൽ ആ ക്രൂശിതന്റെ അടുക്കൽ
അല്ലെങ്കിൽ ദിവ്യഗാനത്തിൽ വന്നിരിക്കുന്ന ഈശോടുക്കലേക്ക് ആളുകൾ വിരളമായിട്ടേ പോകുന്നുള്ളൂ. മാരാവ് തന്നെ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാം പിന്നിൽ സാമ്പത്തിക ലാഭവും ഉണ്ട് എന്ന് എനിക്കറിയാമെന്ന് അമ്മ പറഞ്ഞു. സത്യമാണ്. ഈ മാരാവിന്റെ ഭക്തികളുടെ എല്ലാം പിന്നിൽ വലിയ നേർച്ചപ്പെട്ടികളുണ്ട്. എന്നാൽ പാവം അത് വിശുദ്ധ കുർബാനയ്ക്ക് നേർച്ചപ്പെട്ടിയില്ല, അല്ലെങ്കിൽ തൂങ്ങപ്പെട്ട രൂപത്തിന് മുമ്പിൽ നേർച്ചപ്പെട്ടിയില്ല, സാമ്പത്തികതയില്ല. ഒരു വാണിജ്യ മനോഭാവം നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നിട്ടുണ്ട്, നമ്മുടെ ആരാധനാക്രമങ്ങളിൽ പോലും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവും. ഇതൊക്കെ മാറ്റി ശുദ്ധീകരിക്കണം. ഇതാണ് അമ്മ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് രാത്രിയിൽ അത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ്, പരിശുദ്ധ കന്യകാമറിയം എന്നോട് പറഞ്ഞതാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ അമ്മയിൽ പറയും എല്ലാവരോടും. പക്ഷെ മരിയ ഭക്തരായ പലരും ഒരു വിഷയം പ്രകോപിച്ചേക്കാം, എന്നെ ഇഷ്ടപ്പെടാതിരുന്നേക്കാം. അപ്പോൾ അമ്മ തോളി തട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ, നീ പറയുന്ന പലതും പലർക്കും ഇഷ്ടപ്പെടില്ല. പലരും അത് എതിർക്കുന്നവരായിരിക്കാം, കുറ്റപ്പെടുത്തുന്നവരായിരിക്കാം. എങ്കിലും സത്യസന്ധമായ വചനം പ്രഘോഷിച്ച് മോനെ മുന്നോട്ട് പോകൂ എന്ന്. അതെ, ആ അമ്മ എന്നെ ശക്തിപ്പെടുത്തുന്നവളാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രത്യക്ഷപ്പാടൊന്നുമില്ലെങ്കിലും അമ്മയുടെ ദർശനവും സന്ദേശങ്ങളും അനുദിനം ഉണ്ട്. അതെ, ഈ ലോകത്തിലെ എൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലും മാത്രമല്ല, ഞാൻ പരലോകത്തിലുള്ളവർക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോഴുമെല്ലാം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ട്. അതുകൊണ്ട് പ്രിയ മക്കളെ, ഞാനീ പറഞ്ഞത് ആഴമായി ചിന്തിക്കണമേ. അമ്മ പറഞ്ഞത് അമ്മയുടെ വാക്കി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എങ്കിലും എൻ്റെ വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയേണ്ടതായിട്ട് വന്നു. എൻ്റെ ഭാഷ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഹൃദയത്തിൽ മാതാവിന്റെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് ഞാൻ അർപ്പിക്കുന്നു, ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.